ഹായ്, എല്ലാവർക്കും ഫുഡ് ഫെറിയയിലേക്ക് സ്വാഗതം. ഇന്ന് എള്ളുണ്ടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എള്ളുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നിന്ന് 100 ഗ്രാം എള്ളുകൊണ്ടാണ് എള്ളുണ്ട ഉണ്ടാക്കുന്നത്. 100 ഗ്രാം വെളുത്ത എള്ളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയൊരു ശർക്കരയാണിത്. ഇത് ഏകദേശം 100 ഗ്രാമിൽ കൂടുതലുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന എള്ളിൻ്റെ അളവിനേക്കാളും കുറച്ച് കൂടുതൽ ശർക്കര എടുക്കുക. ഇനി ഇത് ഒരല്പം അളവ് അങ്ങോട്ടും മാറിയാലൊന്നും എള്ളുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആദ്യം എള്ളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എള്ള് നമ്മൾ വറുത്തെടുക്കുന്നതിന് മുന്നേ ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ച് കളയുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതായതുകൊണ്ട് കല്ലില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ആദ്യം തന്നെ അരിച്ച് മാറ്റേണ്ടതാണ്. അതിന് ശേഷം ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഇത് ഈ വെളുത്ത എള്ള് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഇത് വറുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് എള്ളുണ്ട ഉണ്ടാക്കിയാലും മതി. ഞാനിത് ക്രഷ് ചെയ്യാതെ നേരിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ ഞാനിത് വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ചൂടുള്ള പാത്രത്തിൽ ഇരുന്നിട്ട് എള്ള് കൂടുതൽ മുരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ അപ്പം തന്നെ വറുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റണം. ഇനി നമുക്ക് വേണ്ടത് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ശർക്കര ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുക. ഉരുക്കിയെടുക്കുന്ന സമയത്ത് ശർക്കരയിൽ കല്ലുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കേണ്ടതാണ്. അപ്പം വെള്ളം വളരെ കുറച്ച് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും നമ്മുടെ ശർക്കര ഉരുക്കി കിട്ടാൻ. അപ്പോൾ ഈ ശർക്കര ഇപ്പോൾ ഉരുക്കുന്ന ആ സമയം കൊണ്ട് ഒരു പാത്രത്തിൽ ഒന്ന് നെയ്യ് പുരട്ടിയിട്ട് നമുക്കൊന്ന് എടുത്തു വയ്ക്കാം. എന്നാൽ നമുക്ക് ഈ പാവ് ശരിയാവുമ്പോൾ നമുക്ക് അതിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കുക. നെയ്യോ ഓയിലോ എന്തെങ്കിലും പുരട്ടിയാൽ മതി. പാവ് പാകമായോ നമുക്കൊന്ന് നോക്കാം. കുറച്ച് വെള്ളത്തിൽ ഉറ്റിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ആകെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര പാവ് റെഡി ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ അത് നമുക്ക് ഉരുക്കിയെടുക്കണം. ശർക്കര പാവ് പാകമായോ എന്നറിയാം. ഇത് ഏകദേശം നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവാകുമ്പോഴാണ് നമുക്ക് ഏകദേശം ഇത് പാകമായി എന്നറിയാം. ഇപ്പോൾ രണ്ടാമത് ഞാനിതിലൊന്ന് ഉറ്റിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അതിങ്ങനെ അടിയിൽ കട്ടയായിട്ട് കിടക്കുന്നുണ്ട്. നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലിട്ട് ഉരുട്ടി നോക്കിയാൽ ഏകദേശം ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പാകമായി എന്നാണ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പരുവം. ഇപ്പോൾ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് ഏകദേശം ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവാണ് ഇതിൻ്റെത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ എള്ള് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് വേഗം ചൂടോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പാത്രത്തിൽ നിന്ന് തന്നെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചൂടുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാകും. അപ്പം വേറെ പാത്രത്തിൽ നമ്മൾ നെയ്യോ ഓയിലോ എന്തെങ്കിലും പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് മാറ്റിയാൽ വേഗം ഉരുട്ടിയെടുക്കാൻ പറ്റും. ചൂടോടുകൂടി ഉരുട്ടിയെടുത്തിട്ടില്ലെങ്കിൽ ഇത് ഉരുട്ടാൻ പിന്നെ പറ്റില്ല. അപ്പം ഞാനിവിടെ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം നെയ്യ് പുരട്ടി വെച്ച പാത്രത്തിലേക്കാണ് ഇത് മാറ്റുന്നത്. അപ്പോൾ ഇതിന് ശേഷം കയ്യിൽ നല്ല ഓയിൽ അല്ലെങ്കിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മൾ ചൂടോട് കൂടി തന്നെ ചെറു ചൂടിൽ തന്നെ ഇത് ഉരുട്ടിയെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ അത് ഉരുട്ടാൻ പറ്റില്ല. അപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഉരുട്ടിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അത് ശർക്കര ഉരുക്കിയ പാത്രത്തിൽ തന്നെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. പാത്രത്തിൻ്റെ ചൂടും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ബോളാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് ആ വലിപ്പത്തിൽ നമ്മളിതിങ്ങനെ ബോളാക്കി മാറ്റുക. അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.